പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം, അതിലിങ്ങനെ ഒരു വാക്യം കാണാൻ പറ്റും. ഏറ്റവും ചെറിയൊരു വാക്യമാണ്. യേശു കണ്ണുനീർ വാർത്തു. മാർത്ത മറിയ സഹോദരിമാരുടെ ഏക സഹോദരൻ ലാസർ ദീനം പിടിച്ച് മരിച്ചു കഴിഞ്ഞു. കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ലാസറിൻ്റെ അരികിലേക്ക്, ആ ഭവനത്തിലേക്ക് യേശു വരികയാണ്. 4-ാം ദിനത്തിൽ യേശു വന്നു കയറുമ്പോൾ മറിയ അവളുടെ ദുഃഖം സഹിക്കാൻ വയ്യാതെ യേശുവിൻ്റെ മുൻപിൽ അവൾ പൊട്ടിക്കരയുന്നു. അവളുടെ കരച്ചിലിൽ കണ്ട് സഹിക്കാൻ പറ്റാതെ കൂടെ നിൽക്കുന്ന യഹൂദന്മാർ അവരും കരയുകയാണ്. ഈയൊരു സംഗതി, ഈയൊരു അവസ്ഥ കണ്ട് യേശുവിൻ്റെ ഉള്ളം നൊന്തു കലങ്ങി എന്ന് അവിടെ വായിക്കുവാൻ കഴിയും. അതിനുശേഷമാണ് യേശു കണ്ണുനീർ വാർത്തു എന്ന വാക്യം തുറക്കുന്നത്. ഇത് കാണുമ്പോൾ യഹൂദന്മാർ പറയുകയാണ്, നോക്കൂ, അവന് എത്രത്തോളം അവനോട് സ്നേഹമുണ്ടായിരുന്നു, പ്രിയമുണ്ടായിരുന്നു എന്നറിയുന്നില്ലേ. യേശുവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ യേശുവിൻ്റെ സ്നേഹം അവിടെ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. മാത്രമല്ല, വീണ്ടും ചിലരൊക്കെ അവിടെ പറയുന്നുണ്ട്, യഹൂദന്മാരായ പലരും പറയുന്നുണ്ട്, കുരുടനെ കാഴ്ച കൊടുക്കുമാറാക്കിയ, അല്ലെങ്കിൽ ചെകിടന് കേൾവി കൊടുക്കുമാറാക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ യേശുവിന് എന്തുകൊണ്ട് ഇവനെ മരിക്കാതിരിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ലേ. ഇത് കഴിയുമ്പോഴും അതേ വാക്യത്തെ അവിടെ തുറക്കുകയാണ്. യേശു ഉള്ളം കൊണ്ട് കലങ്ങി. അതിനുശേഷമാണ് അവിടെ വിളിക്കുന്നത്, ലാസറെ പുറത്തു വരിക. അടയപ്പെട്ട കല്ലറയുടെ മുൻപിൽ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ കൽപ്പിച്ചിട്ട് യേശു ലാസറിൻ്റെ ജീവനെ തിരിച്ച് ആ ഭവനത്തിന് കൊടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ നഷ്ടത്തെ തിരികെ കൊടുത്ത് ലാഭമാക്കി മാറ്റി സന്തോഷത്തെ ആ ഭവനത്തിലേക്ക് കൊടുക്കുമാറാക്കിയ യേശുവിനെ നമുക്കവിടെ കാണാം. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയുന്ന അനവധി വിഷയങ്ങൾ കാണാം. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കരച്ചിലും നിങ്ങളുടെ അവസ്ഥയും കണ്ട് സഹതപിച്ചു കരയുന്ന അനേക പ്രിയപ്പെട്ടവർ കാണാം. എന്നാൽ കൂടെ കരയുന്നവർക്ക് സഹതപിക്കുവാനും കരയുവാനും മാത്രമേ കഴിയൂ. അതും അല്പം കഴിയുമ്പോൾ മാറിപ്പോകും. എന്നാൽ നിങ്ങളുടെ വിഷയത്തിലേക്ക് ഇറങ്ങി വന്ന് ഉള്ളം നൊന്ത് കലങ്ങി അതിനുശേഷം ചുമ്മാതെ പോകുന്നവനല്ല എൻ്റെ യേശു. എന്ത് വിഷയത്തിനാണോ നിങ്ങൾ കരഞ്ഞത്, ഏത് വിഷയത്തിൻ്റെ മുൻപിലാണോ അവന് മനസ്സലിഞ്ഞത്, ആ വിഷയത്തെ നോക്കി എൻ്റെ യേശു വിളിക്കും, പുറത്തു വരിക. അത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വന്നു ചേർന്ന വിഷയങ്ങളാകാം, കുടുംബ ബന്ധങ്ങളിലെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ആകാം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ തലമുറകൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആകാത്തതായിരിക്കാം, നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളാകാം. എന്തുമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശു നിങ്ങൾ കരയുമ്പോൾ മാറി നിന്ന് കളിയാക്കി ചിരിക്കുന്നവനല്ല. എൻ്റെ യേശു നിങ്ങൾ കരയുമ്പോൾ, നിങ്ങൾ വേദനിക്കുമ്പോൾ മൗനമാകുന്നവനല്ല. എൻ്റെ യേശു നിങ്ങൾ കരയുമ്പോൾ നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക നിങ്ങളുടെ അരികിലേക്ക് വരുന്നവനാണ്. ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭവനമായിരുന്നു അത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായി പറയട്ടെ, ഈ വചനം നിങ്ങൾ കേട്ട് ഏറ്റെടുക്കുമ്പോൾ ഉറപ്പായും നിങ്ങൾ എൻ്റെ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് എൻ്റെ യേശു നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി കൽപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി ഉള്ളം നൊന്ത് അവൻ പ്രവർത്തിക്കുമെന്ന് ഇന്ന് ഉറപ്പായി ഞാൻ ദൈവവചനത്തെ മുൻനിർത്തി നിങ്ങളോടായി ഈ ദൂതിനെ കൈമാറുന്നു. ആകയാൽ വിശ്വസിക്കുക, ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഒരുങ്ങുക. വിടുതലിൻ്റെ സമയമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.